ഇപ്പം ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് അനന്തു കൃഷ്ണൻ. അനന്തു കൃഷ്ണൻ ഇപ്പം കേരളത്തിൽ ഓഫർ തട്ടിപ്പ് വഴി തട്ടിയെടുത്തത് ഏകദേശം 700 കോടി രൂപ മുതൽ 1000 കോടി രൂപ വരെയാണത്രേ. അതായത് അത്രയും പൈസ ഒരു ഓഫർ തട്ടിപ്പ് എന്നുള്ള പേരിൽ സ്വന്തമാക്കുകയാണ്. എങ്ങനെയാണ് ഈ ഓഫർ തട്ടിപ്പ് നടന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് മലയാളികൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും എന്നെ ഒന്ന് പറ്റിച്ചു തരുമോ എന്നുള്ള രീതിയിൽ ഡെയിലി ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ്. എന്തെങ്കിലും ഒന്നിൽ മലയാളികൾ പോയി പെടാത്ത ദിവസങ്ങളില്ല. അത് മണി ചെയിൻ ആയാലും അല്ലെങ്കിൽ ആട് തേക്ക് മാഞ്ചിയും അതായാലും എന്തായാലും മലയാളികൾ പെടാൻ ഇങ്ങനെ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. ആ ഇടയിലേക്കാണ് മലയാളികളുടെ മുന്നിലേക്ക് ഈ ഓഫറുമായിട്ട് ഒരു അനന്തകൃഷ്ണൻ വരുന്നു, അല്ലെങ്കിൽ കുറച്ച് NGOs വരുന്നു, അവരുമായി പറ്റിക്കപ്പെടുന്നത്. അതിന് രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസുമാരുടെയും സഹായം ഉണ്ടെങ്കിൽ തട്ടിപ്പ് വളരെ പെട്ടെന്ന് നടക്കുമെന്ന് മാത്രം. അതായത് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ന്യൂസാണ്. എൻ്റെ തൊട്ടടുത്തുള്ള നാട് കാന്തപുരം ഏരിയയിൽ മാത്രം 1,80,00,000 രൂപ ആണ് ഇവർ തട്ടിച്ചെടുത്തത്. അതായത് അവർക്കെതിരെ ബാലുശ്ശേരി പോലീസിൽ കേസ് എടുത്തു എന്നാണ് പറയുന്നത്. അതായത് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തത്. അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസ്, മുനമ്പം വിഷയത്തിലൊക്കെയുള്ള ജസ്റ്റിസാണ് ഇതിലൊക്കെ പ്രധാനമായിട്ട് ഇതിൻ്റെ അഡ്വൈസറി മെമ്പറായിട്ട് നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ളൊരു വസ്തുത. അതായത് പകുതി വില തട്ടിപ്പിൽ കാന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, യങ് മെൻസ് കാന്തപുരം, ഉണ്ണികുളം മഹിളാ സമാജം എന്നിവയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ഭാരവാഹികൾക്കെതിരെ ബാലുശ്ശേരി പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ന്യൂസ്. അതായത് ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതായത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ എന്ത് ഓഫർ കാണുകയാണെങ്കിലും ഒരു പകുതി വില എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചാടി വീഴുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ഇവർക്ക് സാധനങ്ങൾക്ക് പകുതി വിലക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഏതൊരു മലയാളിയല്ലേ, ഏതൊരു മനുഷ്യനായാലും എന്താണ് ഒരു പകുതി വില എന്ന് പറയുന്ന സമയത്ത് അതിലേക്ക് അതിൻ്റെ യഥാർത്ഥ വില എന്താണെന്നുള്ളത് നോക്കാതെയാണ് നേരെ അതിൽ പോയി ചാടി കൊടുക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ വല്ല ഹൈപ്പർ മാർക്കറ്റുകളിലോ പകുതി വിലക്ക് ഒരു സാധനം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന് പകുതി വിലക്ക് നൽകാൻ പറ്റുന്നുണ്ടാവുക? ഒന്നില്ലെങ്കിലും അതിൻ്റെ MRP ഡബിൾ ആക്കി വെച്ചിട്ട് അത് നേരെ പകുതിയാക്കിയിട്ട് നമുക്ക് തരുന്നതായിരിക്കാം. അത് കാണുമ്പോഴേക്കും മലയാളികൾ നമ്മൾ ചാടി വീഴുകയും ആ സാധനം അതിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് കാണാതെ നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അനന്തകുമാർ, ഒന്നാം പ്രതി അനന്തകുമാറാണ്, രണ്ടാം പ്രതിയാണ് അനന്തകൃഷ്ണൻ, മൂന്നാമത്തെ പ്രതിയായിട്ട് അഡ്വൈസറി ചെയർമാനായിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, ഇവരൊക്കെയാണ് കേസിൽ പ്രതികളായിട്ട് ചേർത്തിട്ടുള്ളത്. ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നുള്ളൊരു സംഘടന രൂപീകരിക്കുന്നു. ഇത് ഒരു NGOകളുടെ ഒരു കൂട്ടായ്മയാണെന്ന് പറയുന്നു. അതായത് NGO എന്ന് വെച്ചാൽ CSR ഫണ്ട് ഉണ്ട്. അതായത് ഓരോരോ കമ്പനികളും അവരുടെ പ്രോഫിറ്റിൻ്റെ ഓരോ വർഷം ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം 2% എങ്കിലും ഈ ചാരിറ്റബിൾ ഫണ്ടിലേക്ക്, അതായത് അവരുടെ ഫണ്ട് സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ട സൊസൈറ്റിയിലുള്ള ഏറ്റവും വീക്കർ സെക്ഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം എന്നുള്ള ഒരു കോർപ്പറേറ്റ് നിയമമുണ്ട്. ആ നിയമത്തിലുള്ള ആ പൈത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഫണ്ട് NGO വഴിയാണ് ചെലവാക്കാറുള്ളത്. ആ NGOകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു എന്നുള്ള രീതിയിലാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നുള്ള രീതിയിൽ ഒരു സംഘടന രൂപീകരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കോൺഫെഡറേഷനേ അല്ല, അത് ജസ്റ്റ് ഒരു ട്രസ്റ്റ് മാത്രമാണ്. അതായത് ഇതിൽ അനന്തകൃഷ്ണനും അല്ലെങ്കിൽ ഈ അനന്തകുമാറും അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളും മാത്രം അടങ്ങുന്ന ഒരു 3-4 പേരടങ്ങുന്ന അല്ലെങ്കിൽ ഒരു 5 പേരടങ്ങുന്ന ഒരു ട്രസ്റ്റ് മാത്രമാണ്. അങ്ങനെ ആ ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ആ ട്രസ്റ്റ് വഴി നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതായത് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വെച്ചാൽ അവരുടെ നേതാക്കന്മാർ പ്രധാനമായിട്ട് നോക്കി നിൽക്കുന്നത് എന്തെങ്കിലും ഫ്രീബീസ് നാട്ടുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വോട്ട് കിട്ടുമല്ലോ, അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമല്ലോ എന്നുള്ള ആഗ്രഹിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ താഴേക്കിടയിൽ അവർ സ്വന്തമായിട്ടൊന്നുമില്ലെങ്കിൽ സൊസൈറ്റികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും കൂട്ടായ്മകളൊക്കെ രൂപീകരിച്ചിട്ട് ഇവരിൽ ഈ നാഷണൽ NGO കോൺഫെഡറേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. അങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് സ്കൂട്ടർ തരാം, നിങ്ങൾക്ക് തയ്യൽ മെഷീൻ തരാം, ലാപ്ടോപ്പ് തരാം, നിങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ തരാം, അങ്ങനെ എന്തൊക്കെയാണ് തരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വളം പോലും തരാമെന്നുള്ള രീതിയിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പകുതി വിലക്ക് സാധനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നു. ഇങ്ങനെ പകുതി വിലക്ക് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ
പകുതി വിലക്ക് നൽകാമെന്ന് പറയുന്നു, ക്യാഷ് കളക്ട് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഇത് ആരെ ഏൽപ്പിക്കുന്നു? ഈ നാഷണൽ NGO കോൺഫെഡറേഷനെ ഏൽപ്പിക്കുന്നു. ഇവിടെയാണ് തട്ടിപ്പ് തുടങ്ങുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഈ പൈസക്ക് കുറച്ച് പേർക്ക്, അതെന്ന് വെച്ചാൽ ഒരു 10 ആൾ അല്ലെങ്കിൽ ഒരു 100 ആൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10 പേർക്ക് എന്ത് കൊടുക്കും? സ്കൂട്ടറോ തയ്യൽ മെഷീനോ ലാപ്ടോപ്പോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ എന്താണ്, ഇങ്ങനെ കിട്ടിയ ആൾക്കാർ ഇതിൻ്റെ ഒരു പ്രചാരകരായിട്ട് മാറുകയും അവർ വഴി വീണ്ടും വീണ്ടും തട്ടിപ്പ്, അതായത് വെച്ചാൽ കിട്ടിക്കഴിഞ്ഞു. അതായത് ഇതിലെ മുന്നണിയിലുള്ളത് ആരൊക്കെയാണ്? ഇതിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. അതായത് വെച്ചാൽ നമ്മൾ അറിയപ്പെടുന്ന MLA മാരുണ്ട്, MP മാരുണ്ട്, അല്ലെങ്കിൽ എന്താണ് മന്ത്രിമാരാണ് ഇതിൻ്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വൈസറി ചെയർമാൻമാർ ഭയങ്കര അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസുമാരാണ്. അന്നേരം ജനങ്ങൾക്ക് വിശ്വാസത്തിനൊരു പ്രശ്നവും വരേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ ഇതിലേക്ക് പൈസ മുടക്കുന്നു, അവർ ഇതിൽ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. ശേഷം വഞ്ചിക്കപ്പെട്ടതിന് ശേഷമാണ് അതോ ഞാൻ കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ ഇറങ്ങുന്നതും ഇതിനെതിരെ കേസിനായിട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ എന്ത് സാധനങ്ങൾ നിങ്ങളുടെ അതായത് ഇതേമാതിരി ഓഫറോ അല്ലെങ്കിൽ എന്ത് വരുന്നുണ്ടെങ്കിലും ആദ്യം ഒന്ന് ചിന്തിക്കുക. അതായത് ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണെന്നുള്ളത് ആദ്യം ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് എടുത്തിറങ്ങുക. അതായത് CSR ഫണ്ടായാലും മറ്റു ഫണ്ടുകളായാലും അതിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കേവലം നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കളെങ്കിലും ഇതിനെക്കുറിച്ചിട്ട്, വലിയ കോർപ്പറേറ്റ് ലോയിലൊക്കെ വലിയ അഭിഭാഷകരായിട്ടുള്ളവർ പോലും ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് പോലും CSR ഫണ്ട് എന്താണെന്നോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഒന്നും അറിവില്ലേ? അവരൊക്കെയാണോ നമ്മളെ ഭരിക്കാൻ മുന്നിലുള്ളത്? അവർക്കൊക്കെയാണോ നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ ലജ്ജ തോന്നുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ഒരിക്കലും പെടാതിരിക്കുക. അതായത് ഇങ്ങനെ എന്തെങ്കിലും പകുതി വിലക്ക് എന്തെങ്കിലും സാധനം കൊടുക്കുന്നുണ്ട് എന്ന് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷം മാത്രം പണം അടയ്ക്കുക. ആരും നമുക്കൊന്നും വെറുതെ തരില്ല എന്നുള്ളതും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള സ്കീമുകളിലും മറ്റും പണം അടയ്ക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് CSR ഫണ്ട് എന്താണെന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്, ജസിൽ ഫ്രം മെൻറ്റർ.